നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ? നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടൊക്കെയാണ്? പഠിച്ചോ. ചില പണ്ഡിതന്മാരുടെ പേര് ഞാൻ കേൾപ്പിച്ചു തരാ. എന്ത്? ഖിളിർ നബി വഫാത്തായി എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ പേര് കുറിച്ചു വെച്ചോ. ഒന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇബ്രാഹിമുൽ ഹർബി റഹിമഹുല്ലാ, അബുൽ ഹുസൈനുൽ മുനാദി, ശറഫുദ്ദീൻ അബൂ അബ്ദുല്ലാഹിൽ മിർസി, അബൂ താഹിറുൽ അബ്ബാദി, അബൂ യഅലൽ ഹംബലി, അബുൽ ഫളൽ ഇബ്നു നാസിർ, അബൂബക്കർ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നു നഖാശ്. 9 ആളെ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇനിയും കിതാബുകളിലുണ്ട്. അവരോടാണോ നിങ്ങൾ ബുഖാരി ഓതാൻ പറയുന്നത്, മുസ്ലിം ഓതാൻ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? വലിയ വലിയ പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്ന വലിയ വലിയ വിഷയങ്ങളിലൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള യോഗ്യതയില്ലെങ്കിൽ മതം പറയുന്ന പരിപാടിയിൽ നിന്ന് അങ്ങോട്ട് വിട്ടു നിന്നിട്ട് റിസീവർ പണിയെടുത്തുകൂടെ? ചിന്തിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ മാത്രല്ല, അബൂ ഹയ്യാൻ തഫ്സീറിൽ എന്താ പറഞ്ഞത്? അൽ ജുംഹൂറു അലാ അന്നഹു മാത, ഭൂരിപക്ഷം ആളുകളും അദ്ദേഹം മരിച്ചു എന്ന അഭിപ്രായക്കാരാണ്. എന്തൊക്കെ കെട്ടുകഥകളാ നിങ്ങൾ മൗലിദിൽ പറഞ്ഞത്? അപ്പോ ഈ ഖിളിർ കഥയും കെട്ടുകഥയാണ് മൗലിദിലുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് മൗലിദ് മുഴുവൻ തള്ളേണ്ട അവസ്ഥയിലാണ്. മൗലിദ് എന്ന് കേൾക്കുമ്പോ വല്ലപ്പുഴയിലെ വല്ലാത്തൊരവസ്ഥ. മുസ്ലിയാക്കളെ വേട്ടയാടുന്നു.